ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ കാശ്മീർ വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യാൻ പാടില്ല ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിലും മട്ടൻ ഹരീസ അത് കാശ്മീർ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെ പോകാൻ വേണ്ടി ഞാനും നമ്മുടെ പയ്യന്മാരും എല്ലാവരും കൂടി മോർണിംഗ് റെഡി ആയിരിക്കണേ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഒരു 4-5 കിലോമീറ്റർ ഉണ്ട്. 6 മണി തുടങ്ങി 8 മണി വരെ അത് അവിടെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും മട്ടൻ ഹരീസ കഴിക്കാൻ വേണ്ടി പോവാം. ഓക്കെ, നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ 6 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല തിരക്കാം, കാലത്തന്നെ ഇത്ര തിരക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാവരും വരണയാണെങ്കിൽ കുറച്ച് നേരത്തെ വരണം. ഒരു 6 മണിക്കൊക്കെ ഇവിടെ എത്താനുള്ള ടൈമിങ് കൊള്ളിച്ച് വേണം വരാൻ. ഇവിടെ പയ്യന്മാരിവിടെ തണുപ്പടിച്ചിട്ട് ചൂട് കായ് വന്നിട്ടുണ്ടെങ്കിലേ ഏകദേശം 14 മണിക്കൂറെങ്കിലും വേണം ഈ ഒരു ഐറ്റം ഉണ്ടാക്കി എടുക്കാൻ തന്നെ. ഈ ഒരു കലം കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് കാശ്മീരി റൈസ്, അതേപോലെ മട്ടൻ, പിന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി കൂട്ടി ഈ കുഴിയിലിട്ടിട്ടാണ് ഇവർ ഇത് ഉണ്ടാക്കുന്നത് തന്നെ. ഇത് കഴിക്കാൻ തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. ഇവിടുത്തെ കാലത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണിത്. ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. എന്തൊരു സൈഡ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. പിന്നെ ഒരു കബാബ് അതിൻ്റെ കൂടെ സെപ്പറേറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. ഓരോ ഇതിനും ഓരോ കബാബ് വെച്ചിട്ട്. പുറകിലിരിക്കുന്ന ഇത് കണ്ട് പാഴ്സലിൻ്റെ ഇത് കണ്ടില്ലേ, ദൂരം പാഴ്സലാണെന്ന് പറയാമോ. ഞങ്ങൾ വന്ന ടൈമിൽ തന്നെ ഒരുപാട് ആൾക്കാർ പാഴ്സൽ ഒരുപാട് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോ കബാബ് വെച്ചിട്ട് ഇവരിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് തരും. ഇതിൻ്റെ സർവ് ചെയ്യുന്ന രീതി തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ നമുക്കൊരു റൊട്ടിയും കൂടി ഉണ്ടാവും കേട്ടോ. അവിടുത്തെ ഒരു സ്പെഷ്യൽ റൊട്ടിയാണ്. അതും കബാബും ഹരീസും പിന്നെ സൈഡായിട്ടുണ്ടായ ആ സാധനം കൂടി എടുത്ത് വായിലേക്ക് വെച്ചപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. എനിക്കങ്ങനെ വലിയ രീതിയിൽ എനിക്കതിനോട് താല്പര്യം തോന്നിയില്ലെങ്കിലും കൊള്ളാം. നമ്മുടെ കൂടെ ഉണ്ടായവർക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. പാഴ്സൽ ഐറ്റംസ് ആണ് പാഴ്സൽ വരുന്നുണ്ട്.
13 മണിക്കൂർ മുന്നേ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. എന്നാലും നമുക്ക് ഈ ടൈമായി കഴിയുമ്പോൾ സംഭവം ഇതായിട്ട് കിട്ടുള്ളൂ. കബാബാണ് തീർന്നത്. അതിനുശേഷം തൊട്ടടുത്ത ഒരു ഒരു ചായ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ പോകും. പിന്നെ അതിനുശേഷം വൈകിട്ട് ഞങ്ങൾ സീറോ ബ്രിഡ്ജ് ഉണ്ട്. അതൊരു ഫുഡ് കോർട്ടുള്ള ഓർത്തൊരു സംഭവമാണ്. അവിടെ നല്ല ചിക്കൻ ടിക്കയും നല്ല ഷവർമയും കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെയും കൂടി ഒന്ന് പോയായിരുന്നു. അവിടെ ഫസ്റ്റ് ഷോപ്പാണ് നിങ്ങൾ കാണുന്നത്. നല്ല ഔട്ട്സ്റ്റാൻഡിങ് ഫുഡായിരുന്നു അവിടുത്തെ. ഈ ടർക്കിഷ് ഷവർമക്കും ആ ചിക്കൻ ടിക്കറ്റും 150 റുപ്പീസാണ് പെർ പ്ലേറ്റ്. അത്യാവശ്യം നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായിരുന്നു. ഈ ഒരു വെച്ചാൽ ഒരെണ്ണത്തിൻ്റെ 2 പീസാണത്. അത് കട്ട് ചെയ്ത് തന്നേക്കണേണ് അവർ. 150 റുപ്പീസാണ് അത് തന്നെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് അവിടെ വെച്ച് കഴിച്ചതിൽ അത്യാവശ്യം നല്ല ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ഫീൽ ചെയ്തേക്കുന്ന ഫുഡ് ഇത് തന്നെ. ടർക്കിഷ് ഷവർമ ഉണ്ടത്. പ്രത്യേക ഒരു ചമ്മന്തി പോലത്തെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അത് നല്ല അടിപൊളിയായിരുന്നു. ആ ടേസ്റ്റ് അല്ലേ. ഒരു 5-6 പീസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഒരു പച്ച കളറിലെ ചമ്മന്തിയില്ല, ആ ചമ്മന്തി. പിന്നെ അതേപോലെ തന്നെ മയണൈസ്. എൻ്റെ പൊന്നോ, എത്ര സുഹൃത്ത് കഴിക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഭയ്യക്ക് റോട്ടി അതൊന്ന് ആ ചമ്മന്തിയിൽ നോക്കി, അതേപോലെ മയണൈസിൽ നോക്കി. പിന്നെ കച്ചമ്പറും എല്ലാം കൂടി എടുത്ത് ആ വായിലോട്ട് കിട്ടിയൊരു ടേസ്റ്റാണ്. എൻ്റെ മുന്നോ ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇപ്പോഴും എൻ്റെ വായിന്ന് വെള്ളം അടിപൊളിയായിരുന്നു. അത് 2 സ്പോട്ടിൽ പോയി കബാബ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ സ്പോട്ടിലെ കബാബ് എൻ്റെ മോനെ. രാജ്ബാഗ് ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ഷോപ്പ് കബാബിൻ്റെ ആ ബ്രിഡ്ജിലാണ്. സീറോ ബ്രിഡ്ജിൻ്റെ ഫസ്റ്റത്തെ ഷോപ്പിലേക്ക് ഇരുന്ന് അറ്റൻഡ് ചെയ്ത് നോക്കട്ടോ. അടിപൊളിയായിരുന്നു. എടുക്കാനാവുന്നുണ്ട്. അറിയുന്ന പറയാതെ
भैया वो ग्रीन चटनी है ना वो भी लो. ओके ओके. हाँ हाँ. और किस പിന്നെ അതിനുശേഷം സീറോ ബ്രിഡ്ജിൻ്റെ തൊട്ട് അപ്പുറത്തെ കരയിൽ അവിടെ ഞങ്ങൾ പോയായിരുന്നു കേട്ടോ. അവിടെ ഇതേപോലെ ചിക്കൻ ടിക്ക ഉണ്ടായിരുന്നു. അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്ത് പോയതാണ്. അട്ടർ ഫ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടർ ഫ്ലോപ്പ്. അതിൽ വെക്കാൻ കൊള്ളൂലായിരുന്നു. പിന്നെ ഈ വായ്മാരുടെ പാട്ട് അത് ഔട്ട്സ്റ്റാൻഡിങ് തന്നെയായിരുന്നു കേട്ടോ. ഇത് രസോറത്താണ് അവന്മാർ പാടിക്കൊണ്ടിരിക്കണേ. കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. അതിലൂടെ സൈഡും അതും ഇതും എല്ലാം അടിപൊളിയാണ്. പക്ഷേ ഈ ഒരു ഐറ്റം അട്ടർ ഫ്ലോപ്പായി പോയി. അടിപൊളി. വലിയ കാര്യത്തിലൊക്കെ നല്ല മേക്കപ്പൊക്കെ ചെയ്ത് ആ സാധനം എടുത്ത് വായിലേക്ക് വെച്ചാൽ എൻ്റെ പൊന്നു. പിന്നെ ഈ ഒരു ഐറ്റം അത് നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ ഫുഡ് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ സൈനിങ് ഓഫ്.